മേഘാലയയിലെ ഹണിമൂൺ കൊലപാതകത്തിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഭർത്താവ് രാജ രഘുവൻഷിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചാണ് സോനം വിനോദയാത്ര നടത്തിയതെന്ന് വ്യക്തം. 20 ലക്ഷം രൂപയ്ക്കാണ് കൊലപാതകത്തിന് ക്വട്ടേഷൻ ഉറപ്പിച്ചത്. ആദ്യം 50,000 രൂപ പ്രതികൾക്ക് സോനം നൽകിയതായി കണ്ടെത്തി. ഗാസിപൂരിലെ ധാബയിൽ സോനം കുഴഞ്ഞു വീണതും പോലീസിന് മുൻപിൽ കീഴടങ്ങിയതും പ്രതിയുടെ നാടകമായിരുന്നെന്നാണ് പോലീസ് കണ്ടെത്തൽ. മെയ് 18-ന് രാജയെ കൊലപ്പെടുത്താനുള്ള പദ്ധതി സോനവും കാമുകനും ചേർന്നാണ് ആസൂത്രണം ചെയ്തത്. മെയ് 20-ന് ഇരുവരും യാത്ര പോകുന്നതിന് 3 ദിവസം മുൻപ് പ്രതികളുമായി ചേർന്ന് സോനം ക്വട്ടേഷൻ ഉറപ്പിച്ചു. കൊലപാതകം നടന്ന സ്ഥലം എത്തുന്നതിന് മുൻപ് സോനം അവശത അഭിനയിച്ച് പതുക്കെ നടന്നു. സോനം നൽകിയ നിർദ്ദേശത്തിനനുസരിച്ച് കൊലയാളികൾ രാജയുടെ പിന്നാലെ വന്ന് ആക്രമിക്കുകയായിരുന്നു. എല്ലാം കണ്ടുനിന്ന സോനം മൃതദേഹം കൊക്കയിലേക്ക് എറിയാനും പ്രതികളെ സഹായിച്ചു. കൊലപാതകം നടന്ന് 2 ദിവസത്തിന് ശേഷം സോനം ട്രെയിൻ മാർഗം ഇൻഡോറിലേക്ക് പോയി. അവിടെ സോനം കാമുകനായ രാജ് കുശ്വാഹയെ കണ്ടുമുട്ടുകയും ഹോട്ടൽ മുറിയിൽ താമസിക്കുകയും ചെയ്തു. തന്നെ തട്ടിക്കൊണ്ടുപോയി എന്ന് വരുത്തി തീർക്കാനാണ് സോനം ഗാസിപൂരിലെത്തിയതെന്നാണ് കണ്ടെത്തൽ. കൃത്യമായ ആസൂത്രണവും തെറ്റാതെ നടത്തിയ നീക്കങ്ങളുമാണ് നവവരന്റെ ജീവൻ എടുത്തത്. മെയ് 11-നായിരുന്നു രാജ രഘുവംശിയുടെയും സോനത്തിന്റെയും വിവാഹം കഴിഞ്ഞ് 10ാം നാളാണ് മധുവിധു ആഘോഷത്തിനായി മധ്യപ്രദേശിൽ നിന്ന് ദമ്പതികൾ മേഘാലയയിലെത്തിയത്. എന്നാൽ ഇരുവരെയും 2 ദിവസത്തിനു ശേഷം കാണാതായി. ഇരുവരുടെയും തിരോധാനം സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിൽ രാജയുടെ മൃതദേഹവും കണ്ടെത്തി. മൃതദേഹം ജൂൺ 2-നാണ് കണ്ടെത്തുന്നത്. രാജിന്റെ മോതിരവും മാലയും അടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. അതിനാൽ കവർച്ച ലക്ഷ്യമാക്കിയാണോ കൊലപാതകം നടന്നതെന്ന സംശയം ആദ്യമുണ്ടായിരുന്നു. ഭാര്യ സോനത്തിന്റെ വിവാഹേതര ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ക്വട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് നടത്തിയ ആസൂത്രിത കൊലപാതകമായിരുന്നു അത്. വിവാഹത്തിന് മുൻപ് തന്നെ സോനത്തിന് രാജ് കുശ്വാഹയുമായി പ്രണയമുണ്ടായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.